പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമ്മളെല്ലാവരും ഭാഗ്യം അന്വേഷിക്കുന്നവരാണ്. വലിയ കോടീശ്വരനാകുന്നതാണ്, വലിയ കെട്ടിടങ്ങൾ പണിയുന്നതാണ്, ഈ ലോകത്തിൻ്റെ സുഖലോലുപതയൊക്കെ സമർത്ഥമായി അനുഭവിക്കാൻ കഴിയുന്നത് ആണ്, ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഉന്നതമായ അധികാരസ്ഥാനത്ത് എത്തുന്നതാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ വെറും മായ തന്നെ. അല്പകാലത്തേക്ക് കാണുന്നതും വേഗത്തിൽ മാഞ്ഞു പോകുന്നതും ആകെയൊരു മനുഷ്യജീവിതം. എന്നാൽ യഥാർത്ഥ ഭാഗ്യം എന്ന് പറയുന്നത് സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവശക്തനായ സർവ്വവ്യാപിയായ നമ്മളെല്ലാവരും സൃഷ്ടാവായ ഏക സത്യദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നതും ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതും നമ്മെ ഈ ലോകത്തിൽ ജനിപ്പിച്ച് സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കന്മാരെ അനുസരിച്ചും സ്നേഹിച്ചും ദൈവഹിതപ്രകാരം ബഹുമാനിച്ചും ജീവിക്കുന്നതും നമ്മുടെ ഏകരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെ അനുസരിച്ചും വിശ്വസ്തയോടെ അവിടുത്തെ അനുഗമിച്ച് മുന്നേറുന്നതും ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ലോകത്തിൽ ഇല്ല. അതിനേക്ക് നിലനിൽക്കുന്ന നന്മയാണ്. തിരുവചനത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു: യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുത്ത് വന്നു. അവരെ നോക്കിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. എന്നാൽ പരീശന്മാരും യഹൂദന്മാരൊക്കെയും കൈ കഴുകാതെ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കില്ല. അവർ ചന്തയിൽ നിന്ന് വന്നാൽ കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കില്ല. അവർ പാനപാത്രം, ഭരണി, ചെമ്പ് മുതലായി കഴുകുന്നതൊക്കെ വലിയ നിയമവും ചട്ടങ്ങളും ഒക്കെ ആക്കി പ്രമാണങ്ങളായി അവർ പഠിപ്പിച്ചുകൊണ്ട് പോന്നു. അവർ യേശുവിനോട് ചോദിച്ചു: നിന്റെ ശിഷ്യന്മാർ പൂർവ്വന്മാരോ സമ്പ്രദായം അനുസരിക്കുന്നില്ല, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു ഉടനെ മറുപടി പറഞ്ഞത്: കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പ്രവചിച്ചതൊക്കെ ശരിയായിരിക്കുന്നു. നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയായിരിക്കുന്നു. നിങ്ങളുടെ സമ്പ്രദായങ്ങൾ പ്രമാണിക്കാൻ വേണ്ടി ദൈവകൽപ്പന നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നു, എന്നിട്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുകയും ചെയ്യുന്നു. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നും മോശ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോ മാതാപിതാക്കന്മാർക്ക് നിന്നാൽ ലഭിക്കേണ്ട നന്മ ചെയ്യുന്നതിന് പകരമായിട്ട് ദേവാലയത്തിൽ വന്ന് വഴിപാട് എന്നർത്ഥം വരുന്ന കുർബാൻ എന്ന് പറഞ്ഞാൽ മതി. പുരോഹിതന്മാർ അല്ലെങ്കിൽ ശാസ്ത്രിമാരൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊന്നും ചെയ്താൽ മതി. മേലാൽ മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ നന്മ ചെയ്യേണ്ടത് ആവശ്യവും വരുന്നില്ല, നിങ്ങളതിനെ അനുവദിക്കുന്നതുമില്ല. യേശു പുരുഷാർത്ഥത്തോട് പറഞ്ഞു: പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്തേക്ക് പോകുന്നതൊന്നും അല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, മനുഷ്യൻ്റെ അകത്തുനിന്ന് ഹൃദയത്തിൽ പുറത്തുപ്പെടുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എന്നിട്ട് ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു: വായ്ക്കകത്തേക്ക് പോകുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കല്ല വയറ്റിലേക്കെതിരെ പോകുന്നത്, പിന്നീട് അത് മറപ്പുരയിലേക്ക് പോകുന്നു. അങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അഥവാ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നത് ദുഷ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. പ്രിയമുള്ളവരെ, ബാഹ്യമായ നമ്മുടെ വേഷം കൊണ്ടോ സംസാരം കൊണ്ടോ സമൂഹത്തിൽ നിന്ന് നമുക്ക് വലിയ പ്രതികൂലങ്ങളൊന്നും നേരിടാത്ത വിധത്തിൽ ജീവിച്ചത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല. നമ്മുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുസൃതവും
ദൈവവചനം നമ്മൾ വായിച്ച് നിശ്ചയം പ്രാപിച്ച് അത് പ്രകാരം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണം. എങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ നോക്കുക, ഈ തിരുവചനം നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും തിന്മ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അനുയായികളെന്ന് പറയാനോ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നെന്ന് പറയാനോ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദൈവവചന സത്യത്തോടെ പഠിക്കുക, അത് ബോധ്യപ്പെടുക, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുക, നിഷ്കളങ്കമായി ജീവിക്കുക, നീതിയോടെ ജീവിക്കുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.